വേദവിചാരം എന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്ന എന്ന സ്വർഗീയ പിതാവും ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളിന്ന് കേൾക്കുന്ന വചനം, ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ ഉണർവും അങ്ങോട്ടുള്ള വിശ്വാസവും കൂടുതലായി ഉണ്ടാകുവാൻ അങ്ങ് മുഖാന്തരം ഒരുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടിനെ തിരുസന്നിധി സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി 55 സങ്കീർത്തനം 22 തിരുവചനം, സാംസ് 55 വേഴ്സ് 22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ അതിപ്രധാനമായ സ്ഥാനം ഇന്നും വഹിക്കുന്നൊരു വ്യക്തിയാണ് ദാവീദ്. ഇസ്രയേലിൽ ഇന്ന് നാം സന്ദർശിക്കുമ്പോൾ ദാവീദിൻ്റെ ശവകുടീരം വളരെ മോടിയായി മനോഹരമായി ഒരുക്കിയിരിക്കുന്നതും അത് പ്രത്യേക സ്ഥലത്താക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഇസ്രയേൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അനേകരുണ്ടായിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദ്. ഏതാണ്ട് 2600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇന്നും ഇസ്രയേൽ ജനത അദ്ദേഹത്തെ ആദരവോടുകൂടി കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ക്രൈസ്തവരും ദാവീദിന് പ്രത്യേകമാകുന്ന സ്ഥാനം നൽകിയിട്ടുണ്ട്. യേശുവിൻ്റെ വംശാവലിയിൽ അതിപ്രധാന സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ദാവീദ് പുത്രൻ എന്നാണ് യേശുവിനെ പല തലങ്ങളിലും അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാവീദിന് ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും ഇടയിലുള്ള സ്ഥാനം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ കാരണം ദാവീദിന് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം ഒക്കെയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നതായിട്ട് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിലും നല്ലൊരു ശതമാനം കാലയളവിലും ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. 55 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്: ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. എന്നെ ശ്രദ്ധിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ എൻ്റെ സങ്കടത്തിൽ നിലവിളിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലേറെ ഒരു താഴ്ച ആയിരുന്ന, അല്ലെങ്കിൽ ഏറെ പ്രയാസത്തിലായിരുന്ന ഒരു സാഹചര്യത്തിൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് 55 സങ്കീർത്തനം. അവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നാം ഇവിടെ വായിക്കുകയാണ്: ഞാൻ എൻ്റെ സങ്കടത്തിൽ നിലവിളിക്കുന്നു. ഒരു വ്യക്തി നിലവിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അപ്രകാരം ഒരു വലിയ പ്രതിസന്ധിയിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമുക്കെയും പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ കരഞ്ഞെന്നിരിക്കാം, അല്ലെങ്കിൽ കണ്ണുനീർ വന്നിരിക്കാം. പക്ഷെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അത് ഏറ്റവും കഠിനമായ ശോധനയിൽ, പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സങ്കീർത്തനം രചിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നത്. വീണ്ടും നാം വായിക്കുന്നുണ്ട്: ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡന നിമിത്തവും തന്നെ അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. ദാവീദിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ രാജ്യം നഷ്ടപ്പെട്ട്
ദാവീദ് രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യത്തിൽ താൻ രചിച്ച സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനം. താഴെ നാം അത് വായിക്കുന്നുണ്ട്. അതിന് ദാവീദിന് ഇത്രയേറെ പ്രയാസമുണ്ടാക്കിയത് ഏത് കാരണത്താലാണ്? ശത്രു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിലും തൻ്റെ മകൻ മൂലം തൻ്റെ രാജ്യം നഷ്ടപ്പെട്ട് ദാവീദ് ഓടിപ്പോവുകയാണ്. അപ്പോൾ അവിടെ രാജ്യം നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി രാജാവിൻ്റെ കൊട്ടാരം നഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി ദാവീദിന് ഏറ്റവും ഭാരമാക്കി മറ്റൊരു സാഹചര്യം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. 12-ാമത്തെ തിരുവചനം മുതൽ നാം വായിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എനിക്കെതിരെ വമ്പ് പറഞ്ഞത് എന്നെ വെറുക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് ജനക്കൂട്ടവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. ദാവീദിൻ്റെ ഉറ്റ സ്നേഹിതൻ, ദാവീദ് തൻ്റെ മക്കളെക്കാൾ ഉപരിയായി മറ്റ് ദൈവം കഴിഞ്ഞാൽ മറ്റാരേക്കാൾ ഉപരിയായി ദൈവം സ്നേഹിച്ചിരുന്ന ഉറ്റ മിത്രമായിരുന്ന അഹിത്തോഫൽ ദാവീദിനെതിരെ തിരിയുകയാണ്. ദാവീദിൻ്റെ മകനോട് ചേർന്നുകൊണ്ട് ദാവീദിനെതിരെ ഉപദേശം നൽകുവാൻ തക്കോണം അഹിത്തോഫൽ തുനിയുന്ന സാഹചര്യത്തിൽ ദാവീദിന് ഏറെ പ്രയാസമായി. തിരുവചനം പഠിക്കുമ്പോൾ അഹിത്തോഫലിനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. അഹിത്തോഫൽ ദാവീദിൻ്റെ ഉറ്റ സുഹൃത്ത് ആയിരുന്നു, അതിലുപരി തൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അഹിത്തോഫൽ പറയുന്നത് ദൈവം പറയുന്നതിന് തുല്യമായിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അത്രയധികം സാമർഥ്യമുള്ള അല്ലെങ്കിൽ തീരുമാനമെടുക്കുവാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു അഹിത്തോഫൽ. നാം വായിച്ചു, നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത ജനക്കൂട്ടവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. അപ്പോൾ തന്നോടൊപ്പം എവിടെയും കൂടെയുണ്ടായിരുന്ന തൻ്റെ ഉറ്റ സ്നേഹിതൻ സഖി നാം വായിക്കുകയാണ്: നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. പ്രാണന് തുല്യം, ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ സ്നേഹിതൻ, തൻ്റെ ഉപദേഷ്ടാവ് തനിക്കെതിരെ തിരിഞ്ഞ് തൻ്റെ മകനോടൊപ്പമായി ഉപദേശം നൽകുന്ന സാഹചര്യത്തിൽ ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. തനിക്ക് താൻ ആശ്രയം വച്ചിരിക്കുന്ന തൻ്റെ ദൈവത്തോട് ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോഴാണ് നാം വായിക്കുന്നത്: നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോൾ ദാവീദ് ഈ സങ്കടങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. താനായിരിക്കുന്ന സാഹചര്യം, താൻ സ്നേഹിച്ചിരുന്ന വ്യക്തി തനിക്കെതിരെ തിരിഞ്ഞത് ഒക്കെയും ദാവീദ് ദൈവത്തോട് പറയുകയാണ്. എന്നിട്ട് ദാവീദ് പറയുകയാണ്: നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇത് നമുക്ക് നൽകുന്ന ദാവീദിൻ്റെ ഉപദേശമാണ്. നമ്മുടെയൊക്കെയും ജീവിത യാത്രയിൽ നമുക്ക് വഹിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത, ഏറെ ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്നേഹിതന്മാരിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമാകാം. നമുക്ക് ചുമക്കുവാൻ കഴിയാത്ത തരങ്ങളിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വന്നു എന്ന് നാം ചിന്തിച്ചേക്കാം. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുക, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായി ദൈവം ഒരു കാര്യം തരികയില്ല. തന്നെയുമല്ല, അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പരീക്ഷയോടൊപ്പം നീക്കുപോക്കും ദൈവം നൽകുന്നു. അപ്പോൾ ഒരുപക്ഷെ നമുക്കത് താങ്ങുവാൻ കഴിയില്ല എന്ന് നാം ചിന്തിച്ചേക്കാം. മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല, അങ്ങനൊരു സാഹചര്യം. ഉറങ്ങാൻ കഴിയുന്നില്ല, സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി മൂലം ഉറങ്ങാൻ കഴിയുന്നില്ല, അത് മറ്റ് രോഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ദാവീദിൻ്റെ ജീവിത അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാവീദ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ഇല്ലായ്മയിലും തനിക്ക് ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നൊരു വ്യക്തിയായിട്ടാണ് ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്.
അപ്പോൾ ദാവീദ് പറയുകയാണ്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഭാരങ്ങളിൽ നാം പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ പോലും ആ ഭാരം ദൈവത്തിലേക്ക് വെച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് പറയുമ്പോൾ, ആ സങ്കടം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ വിഷയം ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നാം ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ഈ സങ്കടത്തിൽ എനിക്ക് ഉത്തരമരണമേ. അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുഞ്ഞുങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളാകാം, പ്രതീക്ഷിക്കാത്ത പലതരങ്ങളിലുള്ള പ്രശ്നങ്ങളാകാം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കും, യാതൊരു സംശയവുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നൊരു ദൈവ പൈതൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷേ ദാവീദിനെ പോലെ, അല്ലെങ്കിൽ ദാവീദ് പറയുന്നത് പോലെ ദൈവത്തിലേക്ക് അത് ഭരമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഒരു വിഷയം ദൈവത്തിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെ വിഷയമായിട്ട് ദൈവം പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോൾ ദാവീദ് പറയുകയാണ്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിയായിട്ടുള്ള കാര്യമായിരിക്കണം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ അനീതിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, കാര്യത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല. നമ്മുടെ കരങ്ങൾ വിശുദ്ധമാണ്, അതിൽ യാതൊരു കളങ്കവുമില്ല, നാം നീതിയായിട്ടുള്ളത് മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കുവാൻ തക്കോണം കഴിയും. അങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ അവൻ നിന്നെ പുലർത്തും എന്ന് ദാവീദ് പറയുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദ് ഇത് പറയുന്നത്? ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ അറിയുന്ന ദൈവം എന്ന് ദാവീദ് പറയുന്നു. അല്ലെങ്കിൽ ദാവീദിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ദാവീദിനെ നയിച്ചതും വളർത്തിയതും ദൈവമാണെന്നുള്ള വിശ്വാസം ദാവീദിന് എപ്പോഴുമുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ ഓരോ അവസ്ഥയിലും നമ്മെ അറിയുന്നൊരു ദൈവം ആണ് നമ്മുടെ ദൈവം. അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ അറിയുന്ന ദൈവം, നമുക്ക് പേരിട്ട ദൈവം, നമ്മെ ഇന്നുവരെയും വഴി നടത്തിയ ദൈവം, നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ നമ്മെ വഴി നടത്തിയ ദൈവം, നമ്മുടെ എല്ലാം അറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ വെച്ചു കൊടുക്കുക. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം കടന്നു വന്നിരിക്കുന്നത്. ആ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ ആ പ്രശ്നത്തെ അതിജീവിക്കുവാൻ തക്കോണം നമുക്ക് സാധ്യമാകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം വായിക്കുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അപ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവം, തൻ്റെ മകനായി മകളായി നമ്മെ കരുതുന്ന ദൈവം, നമ്മുടെ സകലതും അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ ആണ് പത്രോസ്ലീഹ നമ്മോട് പറയുന്നത്. പലപ്പോഴും നമുക്കിത് കഴിയാറുണ്ടോ? നാം പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ ആ പ്രാർത്ഥനയും എത്രത്തോളം വിശ്വാസം ദൈവം ആ വിഷയം ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, മറ്റു തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഉത്കണ്ഠ അവരെ മൂടിക്കളയും. ഉത്കണ്ഠ, ആങ്സൈറ്റി അവർക്ക് മുമ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ അവരെ തളർത്തിക്കളയും, അവരെ നിരാശപ്പെടുത്തും. അപ്പോൾ ഈ ഉത്കണ്ഠ വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കുവാൻ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഉള്ള ഒരു വിശ്വാസം നമുക്കില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഉത്കണ്ഠ വരുന്നത്. ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ ഒരു വിഷയം, ഒരു പ്രയാസം വന്നു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നാം ചിന്തിക്കും. അത് സംഭവിച്ചാൽ എന്തായിത്തീരും? ഉദാഹരണത്തിന് ജോലിയിലൊരു പ്രയാസം വന്നു,
അത് ഉത്കണ്ഠയായിട്ട് മാറുകയാണ്. എന്താണ്? ജോലി നഷ്ടപ്പെട്ടാൽ എന്തായിത്തീരും? മറ്റൊരു ജോലി കിട്ടുമോ? അല്ലെങ്കിൽ ശമ്പളമില്ലെങ്കിൽ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? എൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ നയിക്കും? ഇങ്ങനെ പലതരങ്ങളിലുള്ള ഉത്കണ്ഠ നമ്മുടെ മുമ്പിൽ കടന്നു വരും. ഇത് പലപ്പോഴും കൊണ്ടുവരുന്നത് പിശാചാണ്. നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്ന, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന, നമ്മെ വിശ്വാസത്തിൽ നിന്ന്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന സാഹചര്യങ്ങൾ പിശാച് പലപ്പോഴും സൃഷ്ടിക്കും. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അചഞ്ചലമായ വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കോണം കഴിയും. എന്നിട്ട് 7-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ സംരക്ഷിക്കും. അപ്പോൾ എന്താണ്? ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുക. ഒന്നിനെക്കുറിച്ചും എന്ന് പറയുമ്പോൾ ഒരു കാര്യവുമില്ലാതെ, ഏത് വിഷയമായിരുന്നാലും ആ വിഷയത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എല്ലാറ്റിലും, ഏതവസ്ഥയിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് സ്തോത്രം എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നാം പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ്. ജോലിയിലൊരു പ്രൊമോഷൻ ഉണ്ടാകുമ്പോൾ, പുതിയ ജോലി ലഭിക്കുമ്പോൾ, പുതിയ വാഹനം വാങ്ങുമ്പോൾ ഒക്കെ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. മറിച്ച് ജീവിതത്തിലൊരു കൈപ്പേറിയ പ്രയാസമുണ്ടാകുന്നൊരു സാഹചര്യം വരുമ്പോൾ സ്തോത്രം പറയുന്ന എത്ര പേർ നമ്മളിലുണ്ട്? നാം എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമ്മെ കടത്തിവിടുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പക്ഷേ താൽക്കാലികമായി പ്രയാസമുണ്ടാക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള അത് നന്മയിലേക്ക് ആണ് നയിക്കപ്പെടുന്നത് എന്ന് നാം ഓർക്കുക. സകല കാര്യങ്ങളും, തന്നെ സ്നേഹിക്കുന്നവർക്ക് സകല കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സകല കാര്യങ്ങളും, അതേത് കാര്യം, അതൊരു പ്രയാസം താൽക്കാലികമായി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അപ്പോൾ അതും അങ്ങനെ നാം ചിന്തിക്കുമ്പോഴാണ് ആ പ്രയാസത്തിൻ്റെ നടുവിൽ സ്തോത്രം ചെയ്യുവാൻ തുടങ്ങുന്നത്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും യേശുക്രിസ്തുവിൽ സംരക്ഷിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയം നാം സമർപ്പിച്ചു കഴിയുമ്പോൾ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പ്രയാസം എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതിന് അതിന് പിന്നെ ഒരു നന്മ ദൈവത്തിനുണ്ട്. അതെന്തെന്ന് ഞാൻ അറിയുന്നില്ല. നമ്മെ അറിയുന്ന ദൈവത്തിന് അതറിയാം. കൂടുതൽ വിശ്വാസം വളരാനാകാം, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനാകാം. അങ്ങനെയുള്ളൊരു വിഷയങ്ങളിലൂടെ നാം കടന്നുപോയി അതിനെ തരണം ചെയ്ത് അതിജീവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അത് നാം ഉപദേശിക്കുവാനാകാം. എന്തിനെന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ സ്തോത്രത്തോടെ ആ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. അപ്പോൾ പ്രശ്നങ്ങളുടെ താഴ്വരകളിൽ ഉത്കണ്ഠപ്പെടുന്നതിന് പകരം സമാധാനപരമായി നേരിട്ടതിനെ അതിജീവിച്ച് വിജയം പ്രാപിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് ആ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും ഉത്കണ്ഠപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലയോ? അപ്പോൾ ഈ ഭൂമിയെയും ഈ ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം അതിനെ സംരക്ഷിക്കുകയാണ്, അതിന് വേണ്ടതൊക്കെയും നൽകിയാണ്. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ഓരോ നേരം അടുത്ത നേരത്തെ ഭക്ഷണം എന്താണെന്ന് അവയ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പറയുകയാണ്, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അപ്പോൾ അവയേക്കാൾ എത്ര ശ്രേഷ്ഠരാണ് നാം! ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മെ ദൈവം എത്രത്തോളം കരുതുന്നുണ്ട് എന്ന് ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തോട് ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ?
ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ? മറിച്ച് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറയുകയാണ്. ഈ ഉത്കണ്ഠ മൂലം രോഗങ്ങളും മറ്റ് പ്രയാസങ്ങളും ഉണ്ടായി ആയുസ്സിൻ്റെ ദൈർഘ്യം കുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. എന്നിട്ട് പറയുന്നു, വസ്ത്രത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് എന്തിന്? വയലിലെ ലില്ലിച്ചെടികളെ നോക്കുവീൻ, അവ എങ്ങനെ വളരുന്നു, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കും. ആകയാൽ നാം എന്ത് ഭക്ഷിക്കും, നാം എന്ത് കുടിക്കും, നാം എന്ത് ധരിക്കും എന്ന് പറഞ്ഞ് ഉത്കണ്ഠപ്പെടരുത്. ഈ കാര്യങ്ങളൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് എന്തെന്ന് നമ്മെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ദൈവത്തിനറിയാം. നാം പല കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രതയോടെ ഓടുന്നവരാണ്. പലതും നേടുവാൻ തക്കവണ്ണം ഓടുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നമ്മെക്കാൾ ഉപരിയായിട്ട് അറിയുന്നൊരു ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും നാം ഏർപ്പെടുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായിട്ട് തീരുന്നത്. ദൈവം നമ്മെ നയിക്കണം, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. ആ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. നാം പോകേണ്ടുന്ന വഴി നമുക്ക് ഉപദേശിച്ചു തരുന്നവനാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പ്രയാസ പ്രതിസന്ധി സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉത്കണ്ഠ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അത് ഏത് വിഷയമാകാം. അത് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വിഷയമാകാം, നിങ്ങൾക്ക് വളരെ ജിജ്ഞാസ ഉണ്ടാക്കുന്ന വിഷയങ്ങളാകാം. എന്തായിരുന്നാലും നിങ്ങളെക്കാൾ നിങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും ആ ദൈവത്തിൽ നാം പൂർണ്ണമായും വിശ്വസിക്കുവാനും നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം തന്നെ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. 33-ാമത്തെ തിരുവചനം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അപ്പോൾ ദൈവത്തിനു വേണ്ടി ചിന്തിക്കുന്നവരായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് എന്ന് കർത്താവ് പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെയുള്ള പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിലും അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിയാറില്ല. ഞാൻ ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു ഭാരമേറിയ ചുമടുമായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു കാളവണ്ടിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് ഏറിയ യാത്ര കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് കാളവണ്ടി കയറാനായിട്ട് പറയുകയാണ്. അദ്ദേഹം കാളവണ്ടിയിൽ കയറി. അല്പം ഇവർ കുറച്ച് സംഭാഷണം നടത്തി. അല്പം കഴിഞ്ഞ് ഈ കാളവണ്ടിയുടെ ഉടമസ്ഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാളവണ്ടിയിലിരിക്കുന്ന മനുഷ്യൻ കാളവണ്ടിയിലുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുമട് അദ്ദേഹം ഇറക്കി വെച്ചിട്ടില്ല. ആ ചുമടുമായിട്ടാണ് അദ്ദേഹം കാളവണ്ടിയിലിരിക്കുന്നത്. അപ്പോൾ ഈ ഉടമസ്ഥൻ ഉദ്ദേശിച്ചത് അവിടെ സഫലീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കാനായിട്ട് ഇദ്ദേഹത്തെ കാളവണ്ടിയിൽ കയറ്റിയെങ്കിലും ഈ ഭാരവുമായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാതെ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാതെ ആ ഭാരവുമായി നാം മുമ്പോട്ട് പോവുകയാണ്. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, സംശയമില്ല. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ ചുമട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിക്കുമ്പോഴാണ് അത് കർത്താവ് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ദാവീദിൻ്റെ ഈ സങ്കീർത്തനം അദ്ദേഹത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഏറ്റവും മൂർച്ഛന സാഹചര്യത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് ഉപദേശിക്കുകയാണ്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങൾ വിട്ടുകൊടുക്കുക. ഭാരം അവൻ്റെ സന്നിധി നമുക്ക് ചുമക്കുവാൻ കഴിയുന്നില്ല എന്ന് നാം കരുതുന്നുവെങ്കിൽ നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരവുമായി നാം മുമ്പോട്ട് പോകാതെ ആ ഭാരം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ആ ലോകത്തെ ജയിച്ച കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയം നമുക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം കഴിയണം. നമ്മുടെ ഭാരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിയണം.
അങ്ങനെ കൊടുത്താൽ സർവ സമാധാനത്തിൻ്റെയും ഉറവിടമാവുന്ന ദൈവം ക്രിസ്തു നമ്മെ സമാധാനത്തിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് മുമ്പോട്ട് പോകാൻ നമ്മെ പ്രാപ്തരാക്കും. ദൈവത്തിലുള്ള വിശ്വാസം വളരുവാൻ അത് മുഖാന്തരമായി തീരും. അതുകൊണ്ട് സഹോദര സഹോദരി, ഇപ്രകാരമുള്ള ഏതെങ്കിലും പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെയിലേക്ക് ആ വിഷയം വെച്ചു കൊടുക്കുക. ദൈവം ആ വിഷയം ഏറ്റെടുത്ത് നമ്മെ വഴി നടത്തുവാൻ മതിയാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹപ്രദമായി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ അതിനായി ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.